ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി റോളാണ്. അത് കുട്ടികൾക്കൊക്കെ സ്നാക്സാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഹാഫ് കുക്ക് ചപ്പാത്തി ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം, ഓറഞ്ച്, ഗ്രീന്, യെല്ലോ പൊടിയായി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു 1/4 കപ്പോളം സ്വീറ്റ് കോൺ ഉണ്ട്. പിന്നെ വേണ്ടത് ലെറ്റ്യൂസ്, ഒരു 2 ലീഫ് ലെറ്റ്യൂസ് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം ചിക്കൻ ഒന്ന് ക്യൂബ്സായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ചപ്പാത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയമുള്ളപ്പോൾ ഇതുപോലെ ചപ്പാത്തി പരത്തി ഒന്ന് ഹാഫ് കുക്കാക്കി വെക്കും. അപ്പം നമ്മൾ തമ്മിൽ ഒട്ടാണ്ട് ഹാഫ് കുക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടാണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നെടുത്ത് നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുക്കാം. ചപ്പാത്തി ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾക്ക് പോകുന്ന നേരത്ത് ചപ്പാത്തി പരത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഒലിവ് ഓയിലിലേക്ക് ഞാൻ ഈ ചിക്കൻ ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ച് ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ആയതുകൊണ്ട് നമ്മുടെ ഈ ആവിയിൽ തന്നെ ഓയിലിൽ കിടന്ന് വെന്തോളും. കുറച്ച് വെള്ളമൊക്കെ വന്നാൽ വെള്ളം വറ്റുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അതല്ല നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ബീഫൊന്ന് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പാനിലിട്ടിട്ട് ഓയിലൊഴിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ബീഫ് യൂസ് ചെയ്യാം. ചിക്കനൊന്ന് ഇതുപോലെ ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ ചിക്കൻ നമ്മൾ വെന്ത് റെഡിയായി കിട്ടും. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കുക. മൂടി വെക്കേണ്ടൊന്നും ആവശ്യമില്ല. ആ ചെറിയ തീയിൽ എണ്ണ കിടന്നിട്ട് നമുക്ക് നിന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് മതിയാവും. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ബീഫും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ബീഫും നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് അതുപോലെ നമുക്ക് ചിക്കനിൽ കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വഴറ്റി ചിക്കനൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഇതുപോലെ പരത്തി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവാള, സ്വീറ്റ് കോൺ ഇടാം. ഇട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഇട്ടുകൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നുവെച്ചാൽ ക്യാപ്സിക്കത്തിനും അധികം വേവൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സോടുകൂടി തന്നെ ഇരുന്നോട്ടെ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് ബാക്കിയുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ക്യാപ്സിക്കം നിങ്ങളുടെ അടുത്ത് കളർ ക്യാപ്സിക്കം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ് വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കാം. പിന്നെ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി ചിക്കൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് അതിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലത്തെ വലിപ്പത്തിലുള്ള ചപ്പാത്തി ആണെങ്കിൽ ഒരു 5 ചപ്പാത്തിക്കുള്ള ഫില്ലിങ് ഉണ്ടത്. പിന്നെ വലിപ്പമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് അതിലേക്ക് കുറച്ച് പെപ്പർ, കുറച്ച് അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പെപ്പർ. ആ പെപ്പറും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്ക് ടിഫിനാക്കി കൊടുത്ത് വിട്ടാൽ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ചപ്പാത്തിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ അപ്പോൾ ഈ എല്ലാ വെജിറ്റബിൾസും ചിക്കനൊക്കെ കൂടി ഒന്ന് നന്നായി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് ചേർത്ത എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് ആവി പോയതിന് ശേഷമാണ് ഞാൻ ലെറ്റൂസ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ അടുപ്പിൽ വെച്ച് ലെറ്റൂസ് ചേർത്ത് കഴിഞ്ഞാൽ ലെറ്റൂസ് ഭയങ്കരമായിട്ട് വെന്ത് സോഫ്റ്റായി പോവും, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ക്രിസ്പിനെസ്സോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഗ്യാസിൽ നിന്ന് അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷമാണ്, ഒന്ന് ജസ്റ്റ് ആവി പോയതിന് ശേഷമാണ് ലെറ്റൂസ് ചേർത്ത് കൊടുക്കുന്നത്. അത് അവസാനം ലെറ്റൂസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. അടുപ്പിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആകെ ലെറ്റൂസ് പെട്ടെന്ന് തന്നെ വെന്ത് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് പോവും. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചപ്പാത്തിയുടെ നടുവിലായിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതുപോലെ ചിക്കൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. ഇപ്പോൾ ചിക്കൻ വേണ്ടാത്തവർക്ക് ചിക്കൻ ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇറച്ചിയൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ്, ഇതും ഓപ്ഷണലാണ്. കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ കുറച്ച് മൊസറല്ല ചീസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നും കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊസറല്ല ചീസും കൂടിയും വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാതെ ഇതൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റായിട്ട് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ വെജിറ്റബിളിൻ്റെ ഉള്ളിൽ ഈ മൊസറല്ല ചീസ് മെൽറ്റായിട്ട് ഉണ്ടാവും. അതിന് വേറെ ചപ്പാത്തിയും കൂടി ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് അത് മൊസറല്ല ചീസ് വെക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് വെക്കാം. കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ അത് വെക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ വേറെ എല്ലാം നല്ല സാധനങ്ങളല്ല ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കൂടി ഇതും കൂടി ഇട്ട് മൊസറല്ല ചീസ് ഞാനൊന്ന് ക്ലോസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആ ചെറിയൊരു സൈഡിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചപ്പാത്തി ഒരു ഭാഗം മടക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് 2 കഷ്ണം ചീസിൻ്റെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാവുമ്പോൾ ഇത് ശരിക്കും നല്ല ക്ലോസ് ആയിട്ടിരിക്കും, അപ്പോൾ ഇത് വിട്ടു പോരില്ല. എന്നിട്ട് ഇതുപോലെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി 2 സൈഡിട്ട് തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. മൊസറല്ല ചീസൊക്കെ നന്നായി മെൽറ്റായി വരും. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടോ അതോ നമുക്ക് ഇത് തന്നെ ഒന്ന് ക്ലിം റാപ്പിലോ ഫോയിലിലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പേപ്പറിലോ എന്തെങ്കിലും ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആക്കിയിട്ട് ടിഫിനിൽ വെച്ച് കൊടുത്തു വിടാം. അത് വലിയവർക്കും ഓഫീസിൽക്കൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ കൂടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.